ഹലോ ഗൈസ്, അത്തപ്പൂക്കളം സീരീസ് പാർട്ട് 1ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചട്ടിയിലെ മണ്ണും കരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഒരു ബക്കറ്റിൽ മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട്. ആ മണ്ണ് നമ്മൾ ഈ ബേസിനിലോട്ട് തട്ടി കൊടുത്തിട്ട് നല്ല രീതിയിൽ തട്ടി കൊടുക്കണം. എന്നിട്ട് അതിനകത്ത് ഇതൊക്കെ ഉള്ളതൊക്കെ എടുത്ത് കളഞ്ഞ് നമ്മളിത് കണ്ടു ഇതേപോലൊരു ഈ ബേസിനിൽ നിറച്ച് ഇതേപോലെ തേച്ച് തേച്ച് നല്ല വൃത്തിക്ക് വെക്കണം. ഇതേ ഒരു കരണ്ടിയൊക്കെ കൊണ്ട് തേച്ചൊക്കെ നല്ല വൃത്തിക്ക് വെക്കാവേ. ഇതേപോലെ തേച്ച് വെക്കണം. ഞങ്ങൾ ബേസിനിലാണ് ഇടുന്നത്. നമുക്ക് സൗകര്യങ്ങൾ കുറവാണ്. അപ്പം നമ്മൾ ആ ഒരു സൗകര്യത്തിന് ഇപ്പം ബേസിനിലാണ് എല്ലാ കൊല്ലം ഇടുന്നത്. വേറെ എവിടെ വെച്ചാലും മഴ പെയ്ത് അതൊക്കെ നനഞ്ഞ് പൂവൊക്കെ നാശമായി പോവും. അപ്പം ഈ അത്തം 10 തൊട്ട് നമ്മൾ ഈ പൂക്കളം ഇടുന്നുണ്ട്. അതിൻ്റെ എല്ലാ വീഡിയോയും ഞാൻ എന്നും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും കാണുകയും ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ. അതൊക്കെ മറക്കല്ലേ. നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെ സപ്പോർട്ട് വേണമല്ലോ. അപ്പോൾ ഇതേപോലെ നിറച്ച് നല്ല രീതിയിൽ ഈ ബേസിൻ നിറയണം, നല്ല രീതിയിൽ. എന്നിട്ട് ഇത് കണ്ടോ, ഇതേപോലെ നിറയണം. ഈ ഒരു പരുവമായി നിറഞ്ഞിട്ട് നമ്മൾ അതിനകത്തോട്ട് കരിയും ചാണകവും പൊടിച്ച് കുഴച്ചത് നമ്മൾ നല്ല രീതിയിൽ തേച്ച് രാവിലെ കൊടുക്കുക. കണ്ടോ, തേച്ച് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്താണ് ഇനി അത്തപ്പൂ ഇടുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ ഗൈസ്, ഇതേപോലെ തിരിയൊക്കെ കത്തിച്ച് ആദ്യത്തെ ദിവസമായിട്ട് തിരിയൊക്കെ കത്തിച്ച് അമ്മ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതേപോലെ പൂക്കളൊക്കെ കുറച്ച് കുറച്ച് പിച്ചിയെടുത്ത് എല്ലാം ഒന്ന് ഒതുക്കി ഇതാക്കി വെച്ചിട്ട് വരയ്ക്കുന്നുണ്ടായിരുന്നു, അതിടാൻ മറന്നുപോയി. അത് നാളത്തെ വീഡിയോ നല്ല രീതിയിൽ വരയ്ക്കുന്നൊക്കെ ഇട്ട് കാണിക്കാവേ. അപ്പം ഇതേപോലെ നല്ല രീതിയിൽ പൂക്കളെല്ലാം പിച്ചിയെടുത്ത് ഞങ്ങളിവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും ഇതുണ്ട്. ഈ പൂക്കളൊക്കെ ഞങ്ങൾ ഇതിനകത്ത് ഇടുന്നത് മേടിച്ചാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കണ്ടോ എങ്ങനെയുണ്ട് ഞങ്ങളുടെ അത്തപ്പൂ? എല്ലാവരും ഒന്ന് പറയണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ബാക്കി നാളെ ഇതേപോലെ നല്ല വരച്ചിടുന്നത് കാണിച്ചു തരാം. എല്ലാവരും ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട്